എല്ലാവർക്കും ലോയൽ വില നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് വിശദമായിട്ട് നോക്കാം. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൻ്റെ അവസാന ദിവസം ഓഹരി വിപണി നഷ്ടത്തിലായിരുന്നു. നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങിയെങ്കിലും നിക്ഷേപകരുടെ ലാഭമെടുക്കലും പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യമായി നടന്നതോടെ വിപണി നഷ്ടത്തിലായി. കഴിഞ്ഞ ആഴ്ച തുടർച്ചയായ 4 ദിവസവും വിപണി നേട്ടത്തിലായിരുന്നു. മുഖ്യ ഓഹരി സൂചികയായ സെൻസെക്സ് 452.44 പോയിന്റുകൾ നഷ്ടത്തിൽ 83,606.46 എന്ന നിലയിലെത്തി. നിഫ്റ്റി 50 120.75 പോയിന്റുകൾ ഇടിഞ്ഞ് 25,517.0 എന്ന നിലയിലെത്തി. രണ്ട് ഇൻഡെക്സുകളും ഇടിഞ്ഞത് 0.5%. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് 0.60% സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.52% ലാഭത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ഇൻഡെക്സുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ്, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ ഒഴികെയുള്ളവയെല്ലാം നഷ്ടത്തിലായിരുന്നു. 2.36% കുതിച്ച PSU ബാങ്ക് സൂചികയാണ് ഇന്നത്തെ താരം. എന്നാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, പ്രൈവറ്റ് ബാങ്ക് അടക്കമുള്ള ഓഹരികൾ നഷ്ടത്തിലായി. വിപണിയിൽ നഷ്ടമാണെങ്കിലും പൊതുമേഖലാ ബാങ്കുകൾക്ക് ഇന്ന് നല്ല ദിവസമായിരുന്നു. പൊതുമേഖലാ ബാങ്കുകൾക്ക് സബ്സിഡിയറികളിലുള്ള ഓഹരികൾ IPOയിലൂടെ ഓഹരി വിൽപ്പനയിലൂടെയോ കൈമാറ്റം ചെയ്യാൻ ധനമന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളായ ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ഓഹരി വില 1 മുതൽ 3% വരെ കൂടിയത്. ഇന്ന് എന്താണ് വിപണിയെ നഷ്ടത്തിലാക്കിയെന്ന് നമുക്ക് നോക്കാം. ഡോളർ സൂചിക ഇടിഞ്ഞതോടെ രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപം വർദ്ധിച്ചെന്നാണ് കണക്ക്. എന്നാൽ കടപ്പത്രങ്ങളിലെ നിക്ഷേപം ഓഹരികളിലേക്ക് മാറ്റുന്നതല്ലാതെ പുതിയ നിക്ഷേപം നടത്താൻ വിദേശികൾ തയ്യാറാകുന്നില്ലെന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഉയർന്ന മൂല്യം കണക്കാക്കുന്ന വിപണിയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ലാഭകരമല്ലെന്നാണ് വിദേശികളുടെ നിലപാട്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് ശമനമായതോടെ വിപണി നേട്ടം തുടരുമെന്ന് കരുതിയെങ്കിലും ഫിനാൻഷ്യൽ, ഓട്ടോ ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം രൂക്ഷമായതാണ് വിനയായത്. റിലയൻസ്, ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നീ ഓഹരികളിൽ ലാഭമെടുക്കൽ വ്യാപകമായി നടന്നു. അതേസമയം ഇപ്പോഴത്തെ പ്രവണത ട്രെൻഡ് മാറ്റമല്ലെന്നും വിപണിയുടെ തിരുത്തലാണെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിഫ്റ്റി 7.5%-ഓളമാണ് ഉയർന്നത്. 4 മാസമായി നിഫ്റ്റി സൂചിക വളർച്ചയിലാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ പുരോഗതിയും കമ്പനികളുടെ ഒന്നാം പാദ ഫലങ്ങളിലുമാണ് ഇനി വിപണിയുടെ കണ്ണ്. ഇനി ടോപ്പ് ഗെയിനേഴ്സും ലോസേഴ്സും നോക്കുമ്പോൾ US-ലെ സഹസ്ഥാപനത്തിന് 540 മെഗാവാട്ടിൻ്റെ സോളാർ മൊഡ്യൂളുകളുടെ ഓർഡർ ലഭിച്ചതിന് പിന്നാലെ കുതിച്ച വാരി എനർജീൻ്റെ ഓഹരികളാണ് ഇന്നത്തെ ലാഭക്കണക്കിൽ മുന്നിലെത്തിയത്. പൊതുമേഖലാ ബാങ്കുകളുടെ കുതിപ്പിന് മുന്നിൽ നിന്ന ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയും ഇന്നത്തെ ലാഭക്കണക്കിൽ മുന്നിലുണ്ട്. ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ, ആദിത്യ ബിർള ക്യാപിറ്റൽ തുടങ്ങിയ കമ്പനികളും ഇന്ന് മികച്ച നേട്ടമുണ്ടാക്കി. വിപണിയിലെ വിൽപ്പന സമ്മർദ്ദമാണ് ഇന്ന് മിക്ക ഓഹരികളെയും ബാധിച്ചത്. SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നീ ഓഹരികളാണ് ഇന്നത്തെ നഷ്ടക്കണക്കിൽ മുന്നിലെത്തിയത്. ഇനി കേരള കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വിപണിക്ക് അത്ര നല്ല ദിവസമായിരുന്നില്ലെങ്കിലും കേരള കമ്പനികൾ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. 15ഓളം കമ്പനികൾ മാത്രമാണ് നഷ്ടത്തിലായത്. ശതമാനക്കണക്കിൽ മുന്നിലെത്തിയത് പ്രൈമ അഗ്രോയുടെ ഓഹരികളാണ്. ധനലക്ഷ്മി ബാങ്ക്, കേരള ആയുർവേദ, മുത്തൂറ്റ് ഫിനാൻസ്, മുത്തൂറ്റ് മൈക്രോഫിൻ, പോപ്പീസ് കെയർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, TCM, വെർട്ടെക്സ് സെക്യൂരിറ്റീസ് തുടങ്ങിയ കമ്പനികൾ 2%-ലേറെ നേട്ടമുണ്ടാക്കി. 4.64% ഇടിഞ്ഞ സെല്ല സ്പേസാണ് ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. AVT നാച്ചുറൽ പ്രൊഡക്ട്സ്, കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെൽ, GTN ടെക്സ്റ്റൈൽസ്, ഇൻഡിട്രേഡ് ക്യാപിറ്റൽ, സ്റ്റൈൽ ഹോൾഡിംഗ്സ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ ഇന്ന് നഷ്ടത്തിലാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്